ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയത്തില്ല AC ഓൺ ആക്കുന്നത് എവിടെയാണെന്നും, അതുപോലെ തന്നെ വൈപ്പർ ഇടുന്നത് എവിടെയാണെന്നും, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുന്നത് എവിടെയാണെന്നും കൃത്യമായിട്ട് പലർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ബോണറ്റ് തുറക്കുന്നത്, ഡിക്കി തുറക്കുന്നത് കൃത്യമായിട്ട് പലർക്കും അറിയില്ല. നമ്മൾ AC ഓൺ ആക്കുന്നത് നമ്മൾ എല്ലാ വാഹനത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും AC ഓൺ ആക്കുന്നതിന്റെ ഭാഗം. അതേപോലെ തന്നെ വൈപ്പറിന്റെ ഭാഗം വരുമ്പോൾ പല വാഹനത്തിന്റെ പല സൈഡിലാണ്. ഇത് കൂടുതൽ ഒട്ടുമിക്ക ഇന്ത്യൻ വാഹനങ്ങൾക്കും ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വൈപ്പർ വരിക. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വൈപ്പർ ഓൺ ആക്കാൻ സാധിക്കും. ഇത് കണ്ടല്ലേ, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചാൽ വൈപ്പറിന്റെ ഇതായിരിക്കും. അതുകൊണ്ട് ഓഫ് ആക്കുന്നത് നമ്മൾ മുകളിലോട്ട് ആയി കഴിഞ്ഞാൽ തന്നെ ഓഫ് ആക്കിക്കോളും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലാണ്, സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിലാണ് ഇൻഡിക്കേറ്റർ വരിക. അതുപോലെ തന്നെ അതിൽ തന്നെയാണ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഈ റൈറ്റ് സൈഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററും, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററും നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലിവറിൽ തന്നെ ഇത് കണ്ടില്ലേ, നമുക്ക് ആരോയും നോക്കിയാൽ അറിയാൻ പറ്റും. ഓരോന്നോരോന്നായിട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓൺ ആക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെട്രോൾ ടാങ്ക് തുറക്കാൻ എവിടെ കഴിഞ്ഞാൽ ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് നമുക്ക് ഈ സീറ്റിന്റെ, അതായത് റൈറ്റ് സൈഡിലെ സീറ്റിന്റെ ഈ ഒരു ഭാഗത്ത് മൂലക്കായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതിന്റെ ഒരു എംബ്ലം കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിലെ ഡിക്കി ഈ ഒരു ഭാഗത്താക്കി ഇരിക്കുക. എന്നാൽ ചില വാഹനങ്ങളുടെ വരിക അതാണ്ട് ഈ ഒരു ഭാഗത്തായത് ആക്സിലേറ്ററിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആരോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്തിന്റെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിന്റെ നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഫ്രണ്ടിലെ ബോണറ്റിന്റെയാണ് ഈ ഒരു ക്ലിപ്പ് ഇരിക്കുന്നത്. പല വാഹനത്തിന്റെ ഈ ഒരു ഭാഗത്തായിരിക്കും ഡീസൽ ടാങ്കിന്റെയും, അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ ഡിക്കിയുടെ ഒക്കെ ഈ ഒരു ഭാഗത്തായിരിക്കും വരിക. ചില വാഹനങ്ങളൊക്കെ ഇവിടെ തന്നെ സ്വിച്ച് ആയിരിക്കും വരിക.